ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നാക്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആരോഗ്യപരമായിട്ടൊക്കെ നമുക്ക് ബെനിഫിറ്റ് കിട്ടണ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതേപോലെ അവലൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളായാലും വലിയവരായാലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എള്ളൊന്നും അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വരെ ഇത് കഴിക്കും. അപ്പോൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് അവലെടുത്തിക്കാണ്ട് ഒരു 3-4 പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറവ് ചെറുതായിട്ടൊന്ന് വറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തേങ്ങയും ഇട്ടെടുത്ത് ഒന്നും കൂടി ഒന്ന് വറക്കാം. ഇത് സെപ്പറേറ്റ് ആക്കി വറുത്തെടുക്കണേക്കാരം കുറച്ചും കൂടി നല്ലത്. ഇതിപ്പോൾ ഞങ്ങൾ 2 ദിവസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശർക്കര അതവിടെ ഇങ്ങനെ ഉരുകുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഈ ഒരു പരുവം ഒന്ന് തിളച്ച് നൂൽപ്പരുവൊന്നും ആവണ്ട. നൂൽപ്പരുവം ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിയാവും. ജസ്റ്റ് നൂൽപ്പരുവത്തിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ആ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതാ നമ്മൾ അവലും തേങ്ങയും നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യോണ്ടി. അപ്പോൾ അത് വറുന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് എള്ളെടുത്തിട്ട് കൊടുത്ത്. എള്ള് ഞങ്ങൾ കഴുകി ഉണക്കി വെച്ച എള്ളാട്ടോ. പിന്നെ അത് കുറച്ച് ഏലക്കാൻ്റെ ഉള്ളിലത്തെ കുരു പൊടിച്ചത്, പിന്നെ കുറച്ച് ചെറിയ ജീരകവും ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിലക്കടല വറുത്തതാട്ടോ അത്. ഇതൊന്ന് നല്ലോണം എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊന്നിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ശർക്കര ഉരുക്കി വെച്ച ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ശർക്കര ഒക്കെ ആ ഉള്ളിമ്മലും അതേപോലെ തന്നെ നമ്മൾ ഇട്ടെടുത്ത തേങ്ങ ആയിമ്മലൊക്കെ നല്ല പിടിച്ച് കിട്ടണം. ഒന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിമൊന്ന് പിടിപ്പിച്ചെടുക്കാം. ശർക്കര അങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പാകമായോ എന്ന് നോക്കിയതിൻ്റെ ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാറ്റിക്കണ്ടി. അധികം ഒഴിച്ചെടുത്ത് വെള്ളം പോലെ ആക്കണ്ട. കുറച്ചൊരു കട്ടിയിൽ ഒന്ന് ഉലർത്തിയ പോലത്തെ ആ ഒരു രീതിയിലേക്കാരം വേണ്ടിയത്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കോണ്ടി. അടിപൊളി ടേസ്റ്റാണ്. ഇത് ആരോഗ്യത്തിനും നല്ലതാണ്. രക്തം ഉണ്ടാവാനും അതേപോലെ തന്നെ നല്ല ഉന്മേഷവും ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കോണ്ടി. എള്ള് അവലൊക്കെ നമ്മളെ ശരീരത്തിന് നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കാണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. കേടൊന്നും വരില്ല കേട്ടോ. ഇനി നെയ്യൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.